ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് ഇന്ന് നിർണായക ദിനം. സിദ്ദിഖ് സമർപ്പിച്ച മുൻകൂർ ജാമ്യം ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. അമ്മ സംഘടനയുടെയും WCCയുടെയും പോരിന്റെ ഇരയാണ് താനെന്നാണ് ഹർജിയിലെ വാദം. അതേസമയം ഒരാഴ്ചയായിട്ടും സിദ്ദിഖിനെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിനായിട്ടില്ല. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് നമുക്കൊപ്പം ചേരുന്നത്. നവമി, വെരി ഗുഡ് മോർണിംഗ്. ഈ സിദ്ദിഖ് ഈ ഹർജിയിൽ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഹർജിയിൽ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഹൈക്കോടതിയിലും പറഞ്ഞിരുന്നത്. പക്ഷേ പ്രഥമ ദൃഷ്ട്യാ ശക്തമായ തെളിവുകൾ സിദ്ദിഖിന് എതിരെ ഉണ്ട് എന്ന് കോടതി മനസ്സിലാക്കുകയും ഹർജി പാടെ തള്ളിക്കളയുകയുമാണ് ചെയ്തത്. ഇന്ന് നമ്മൾ സുപ്രീം കോടതിയിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? സിദ്ദിഖിന് അനുകൂലമായ ഒരു വിധി സമ്പാദിക്കാൻ സിദ്ദിഖിന് സാധിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇനി അങ്ങനെ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അന്വേഷണ സംഘത്തിന് മുമ്പിൽ കീഴടങ്ങും അല്ലേ? വെരി ഗുഡ് മോർണിംഗ് ആര്യ, രഞ്ജിത്ത്. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് വന്നത്. ഇന്ന് തിങ്കളാഴ്ചയാണ്, അതായത് കറക്റ്റ് ഒരാഴ്ചയായി. പക്ഷെ ഇപ്പോഴും സിദ്ദിഖിനെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് വലിയൊരു പരാജയം തന്നെ എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തുകൊണ്ടാണ് പ്രസിദ്ധനായിട്ടുള്ള സിദ്ദിഖിനെ പോലുള്ള ഒരു വ്യക്തിയെ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിയാത്തത്? അന്വേഷിക്കാത്തത് കൊണ്ടാണോ, അതോ ഈ ഒരു സിദ്ദിഖുമായിട്ട് തൽക്കാലം സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളൊരു സമ്മർദ്ദത്തിന്റെ പേരിലാണോ SIT സംഘം ഇങ്ങനെ നീങ്ങുന്നതെന്ന് നമുക്കറിയില്ല. എന്തായാലും ഇന്ന് സുപ്രീം കോടതിയിൽ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ സിദ്ദിഖ് ഇതിൽ പ്രധാനമായും പറയുന്നത്, ആര്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ WCCയുടെയും അമ്മയുടെയും തർക്കത്തിന്റെ ഇരയാണ് താനെന്ന് സിദ്ദിഖ് സുപ്രീം കോടതിയിൽ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, ഹൈക്കോടതിയിലെ ഉത്തരവിൽ ചില പിഴവുകളുണ്ടെന്നും സിദ്ദിഖ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശരിയായ അന്വേഷണം നടത്താതെയാണ് പ്രതിയാക്കിയത്. ആരോപിക്കപ്പെടുന്ന സംഭവത്തിന് ശേഷം 8 വർഷം കഴിഞ്ഞപ്പോൾ പരാതിയുമായി എത്തിയതിലെ അസ്വാഭാവികതയുണ്ട്. ഹൈക്കോടതിക്ക് പിന്നാലെ സുപ്രീം കോടതി ഈ കാര്യമാണ് പ്രധാനമായും സുപ്രീം കോടതിയിലും ഉയർത്തിക്കാട്ടുന്നത്. മറ്റൊന്ന്, പേരക്കുട്ടി അടക്കമുള്ള കുടുംബത്തിലെ 65 വയസ്സുള്ള മുതിർന്ന അംഗമാണ് താൻ. നിരവധി പുരസ്കാരങ്ങളും അംഗീകാരവും ലഭിച്ച തന്റെ പേരിൽ മറ്റ് ക്രിമിനൽ കേസ് ഇല്ല എന്നും സിദ്ദിഖ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ എന്ന് വെച്ച്, അല്ലെങ്കിൽ മറ്റ് കേസുകളൊന്നും ഇല്ല എന്ന് വെച്ച് ഈ ലൈംഗിക അതിക്രമ കേസ് ഇല്ലാതാകുന്നില്ല. എന്തായാലും ഹൈക്കോടതി ഇതിനെ രൂക്ഷമായി വിമർശിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പെൺകുട്ടി, ഈ അതിജീവിത വർഷങ്ങൾ കഴിഞ്ഞ് അത് വന്ന് പുറത്തു പറയുമ്പോൾ അതിന് സംശയിക്കേണ്ടതില്ല എന്നുകൂടി ഹൈക്കോടതി പറയുന്ന സുപ്രധാനമായിട്ടുള്ള ഒരു പരാമർശം ഇവിടെ കിടക്കുന്നുണ്ട്. അതിനിടയിലാണ് സുപ്രീം കോടതിയിലേക്ക് തന്നെ സിദ്ദിഖ് ജാമ്യ ഹർജിയുമായി എത്തിയത്. എന്തായാലും ഇന്ന് നമുക്കറിയാം ഇനി വിശദമായിട്ടുള്ള വാദം കേൾക്കുന്നതിന്. കാരണം ഈ അതിജീവിതയും സർക്കാരും ഒക്കെ തടസ്സ ഹർജി നൽകിയ സാഹചര്യത്തിൽ വിശദമായിട്ടുള്ള വാദം കേൾക്കുന്നതിനു വേണ്ടി മറ്റൊരു ദിവസത്തേക്ക് കേസ് പരിഗണിക്കുമോ എന്ന് മാറ്റിവെക്കുമോ എന്ന് അറിയേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ സിദ്ദിഖ് വീണ്ടും ഒളിവിൽ തന്നെ തുടരും, അതോ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ളൊരു പരാമർശം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയാണെങ്കിൽ അത് സിദ്ദിഖിനെ സംബന്ധിച്ച് വലിയൊരു നേട്ടമായിരിക്കും. വിശദമായ വാദത്തിന് ശേഷമുള്ള ഒരു വിധി. അതുവരെ സിദ്ദിഖിന് സ്വതന്ത്രനായി ഒളിവിലല്ലാതെ കഴിയാം. എന്തായാലും ഇന്നലെ വളരെ നാടകീയമായിട്ടുള്ള സംഭവങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇന്നലെ രാവിലെയോടുകൂടി സിദ്ദിഖിന്റെ മകൻ ഷഹീറിന്റെ 2 കൂട്ടുകാരെ, ഇവരെ 2 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു എന്ന് കുടുംബം ആരോപിക്കുന്നതാണ്. അത് വിളിച്ചു വരുത്തിയതിനു ശേഷം ഈ സിദ്ദിഖിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞു. ഇവരെ വിളിച്ചു വരുത്താനുള്ള കാരണം, സിദ്ദിഖിന് ഒളിവിൽ കഴിഞ്ഞ സിദ്ദിഖിന് സിമ്മും ഡോങ്കിളും നൽകിയത് ഈ യുവാക്കളാണെന്നുള്ള ഒരു വിവരം പോലീസിന് അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൊച്ചിയിൽ നിന്നും ഈ 2 സുഹൃത്തുക്കളെയും രാവിലെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം തീരദേശ പോലീസ് ആസ്ഥാനത്ത് G പൂങ്കുടിയുടെ നേതൃത്വത്തിൽ ഒരു ചോദ്യം ചെയ്യൽ നടത്തിയത്. ഉച്ചയോടുകൂടി അവരെ വിട്ടയക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഷഹീൻ മാധ്യമങ്ങളെ വിളിച്ചു പറയുകയും തന്റെ സുഹൃത്തുക്കളെ ഇങ്ങനെ അന്യായമായി പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. പിതാവ് എവിടെയാണെന്ന് പറയുന്നില്ല എങ്കിൽ ഈ സുഹൃത്തുക്കളെ റിമാൻഡിലാക്കും എന്നുള്ളൊരു ഭീഷണി മുഴക്കി എന്നുകൂടി ഷഹീൻ പറയുന്നുണ്ട്. ഇതിന് പിന്നാലെ ഈ 2 സുഹൃത്തുക്കളുടെയും മാതാപിതാക്കൾ, കുടുംബം പോലീസിന് പരാതി നൽകി, കൊച്ചി സിറ്റി പോലീസിന് പരാതി നൽകി. പക്ഷേ കൊച്ചി സിറ്റി പോലീസ് പറയുന്നത് തങ്ങളല്ല ഇങ്ങനെ കസ്റ്റഡിയിലെടുത്തത്, പ്രത്യേക അന്വേഷണ സംഘമാണെന്ന് അറിയിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ നാദിർ ബക്കർ, മറ്റൊന്ന് പോൾ ജോയ് മാത്യു, 2 യുവാക്കളെയായിരുന്നു അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. ഉച്ചയോടുകൂടി ഇവരെ 2 പേരെയും വിടുകയും ചെയ്തു. അതിനുശേഷം നാദിറിനെ മാധ്യമപ്രവർത്തകർ ബന്ധപ്പെട്ടു.
ബന്ധപ്പെട്ടിരുന്നു. നാദിർ പറയുന്നത് തന്നെ കസ്റ്റഡിയിലെടുത്തതല്ല, ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതാണ്. അത് കൃത്യമായി നോട്ടീസ് നൽകി തന്നെയാണ് സിദ്ദിഖിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം വിട്ടയച്ചു എന്ന് നാദിർ പ്രതികരിക്കുകയും ചെയ്തു. എന്തായാലും ഈ സുപ്രീം കോടതിയിൽ ഇന്ന് ഹർജി പരിഗണിക്കുമ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും എന്ത് നടപടി സ്വീകരിച്ചു എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ വേണ്ടി തന്നെയായിരിക്കും നാടകീയമായിട്ടുള്ള അവസാന നിമിഷത്തിലെ ഈ അന്വേഷണ സംഘത്തിന്റെ നീക്കമെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും സിദ്ദിഖിനെ പിടികൂടണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം എന്ന് നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കേണ്ടി വരും. അല്ല എന്നുണ്ടെങ്കിൽ ഒരാഴ്ചയായിട്ടും സിദ്ദിഖിനെ പോലെ ഒരു വ്യക്തിയെ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അത് കേരള പോലീസിന് തന്നെ വലിയൊരു നാണക്കേടാണ്. അതെ നവമി, അതായത് ഇന്നലെ നമുക്ക് ലഭിച്ച വിവരം അനുസരിച്ച് സിദ്ദിഖ് 6 തവണ ഒളിയിടം മാറി എന്നുള്ളതാണ്. അത് അന്വേഷണ സംഘത്തിനും അറിയാം. എന്നിട്ട് സിദ്ദിഖിനെ പോലെയുള്ള പ്രസിദ്ധനായ ഒരാള് ഈ നഗരത്തിൽ തന്നെ എവിടെയാണ് എന്നുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത കാര്യം തന്നെയാണ്. അഭിഭാഷകനെ കാണാൻ പോയ കാര്യങ്ങളൊക്കെ പുറത്തു. മറ്റൊരു കാര്യം, ഈ മുഹുൽ റോഹ്തഗിയെ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട അഭിഭാഷകനാണ് ഇന്ന് ഹാജരാകുന്നത് എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാം ഹൈക്കോടതി എന്താണ് ഈ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഗുരുതരമായ പരാമർശങ്ങൾ എന്നുള്ളത്. ചേർത്ത് വായിക്കുമ്പോൾ സിദ്ദിഖിന് മുന്നിൽ വഴികൾ അത്ര എളുപ്പമല്ല. അതെ, അതെ രഞ്ജിത്ത്, തീർച്ചയായും. കാരണം ഈ ഒരു സിദ്ദിഖ് ഒളിവിൽ പോയതിനു ശേഷം സിദ്ദിഖിന്റെ കാറ് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. അതിനുശേഷം പിറ്റേ ദിവസം, അതായത് ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടുകൂടി സിദ്ദിഖിന്റെ ഓഫായിരുന്ന മൊബൈൽ ഫോൺ ഓണായി. ഏകദേശം അരമണിക്കൂറോളം അത് റേഞ്ചിലുണ്ടായിരുന്നു. അത് നമ്മളടക്കം വിളിക്കുമ്പോൾ അത് മലയാളത്തിലാണ് ബിസി ആണെന്നുള്ളൊരു കാര്യം പറയുന്നത്. അപ്പൊ അതിനർത്ഥം സിദ്ദിഖിന്റെ ഫോൺ, അല്ലെങ്കിൽ സിദ്ദിഖ് കേരളത്തിലുണ്ട്, വിദേശത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. കാരണം പോലീസിന്റെ ഒരു ലുക്കൌട്ട് നോട്ടീസ് വിമാനത്താവളങ്ങളിൽ അടക്കം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും വിദേശത്തോ അല്ലെങ്കിൽ വിമാനത്താവളം വഴി രക്ഷപ്പെടാൻ സിദ്ദിഖിന് കഴിഞ്ഞിട്ടില്ല. ഈ എറണാകുളത്ത് അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ സിദ്ദിഖ് ഉണ്ടെന്ന് പറയപ്പെടുന്നു. മറ്റൊന്ന്, സിദ്ദിഖിന്റെ കാറിന്റെ GPS ഏകദേശം മലപ്പുറം ഭാഗത്ത് വെച്ച് വിച്ഛേദിക്കപ്പെട്ടതായി അന്വേഷണ സംഘത്തിന് കണ്ടെത്താനും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ കേസിനെ വഴിതിരിച്ചുവിടാൻ അല്ലെങ്കിൽ സിദ്ദിഖിനെ പിടികൂടാതിരിക്കാനുള്ള പല കാര്യങ്ങളും സിദ്ദിഖിന്റെ സർക്കിളിലുള്ള ഈ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ മകന്റെ സർക്കിളിലുള്ള ആളുകൾ ചെയ്യുന്നുണ്ട്. അതിനിടയിൽ 6 തവണയാണ് സിദ്ദിഖ് ഒളിത്താവളം മാറിയതെന്നൊരു വിവരം വരുന്നുണ്ട്. ഇതിലൊക്കെ അപ്പുറത്തേക്ക് സുപ്രീം കോടതിയിലേക്ക് ഹർജി നൽകുന്നതിനു വേണ്ടി അഭിഭാഷകന്റെ ഓഫീസിലേക്ക് സിദ്ദിഖ് എത്തിയാണ് ഒപ്പിട്ടത്. അതിനർത്ഥം പ്രത്യേകമായി അന്വേഷണ സംഘത്തിന് ഇതിലൊരു അജണ്ടയുണ്ട്. തൽക്കാലം സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് ഇവർ നിൽക്കുന്നത്. ഈ ഉന്നതരുടെ, അതായത് പോലീസിന്മേൽ ചില ഉന്നതരുടെ സമ്മർദ്ദമുണ്ട്. തൽക്കാലം സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യണ്ട എന്നുള്ളൊരു സമ്മർദ്ദമുണ്ട്. ഈ സമ്മർദ്ദത്തിന്റെ ഒക്കെ ആകെ തുകയാണ് ഇപ്പോൾ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാതെയുള്ള അന്വേഷണ സംഘത്തിന്റെ ഇത്രയും ദിവസമായിട്ടുള്ള ചില കണ്ണിപ്പൊടിയിടാൻ വേണ്ടി മാത്രമുള്ള ചില നീക്കങ്ങൾ. ഇതും തിങ്കളാഴ്ച സിദ്ദിഖിന്റെ ജാമ്യം തള്ളിയപ്പോൾ തിരുവനന്തപുരത്തു നിന്നുള്ള മ്യൂസിയം പോലീസ് കൊച്ചിയിലെത്തിയിരുന്നു. അവർ 3 ദിവസം തമ്പടിച്ചിരുന്നു. അവരുടേതായിട്ടുള്ള രീതിയിൽ ഒരു അന്വേഷണം നടത്തി. പക്ഷേ പിന്നീട് അവരെ തിരിച്ചു വിളിക്കുന്ന സാഹചര്യമായിരുന്നു. സുപ്രീം കോടതിയുടെ ഒരു വിധി കൂടി നോക്കിയതിനു ശേഷം അറസ്റ്റ് മതി എന്നുള്ളൊരു കാര്യം പ്രത്യേക അന്വേഷണ സംഘം ഈ പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും അവർ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോവുകയുമായിരുന്നു. അതിനർത്ഥം ഈ അന്വേഷണ സംഘത്തിന് തന്നെ സിദ്ദിഖിനെ പിടികൂടണമെന്ന താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു നീക്കം നടക്കുന്നത്. അതും സുപ്രീം കോടതിയിലേക്ക് ഹർജിയുമായി പോകാൻ സിദ്ദിഖിന് സാവകാശം കൊടുക്കുകയും ചെയ്തു. അതും മുതിർന്ന ഒരു അഭിഭാഷകൻ മുകുൾ റോഹ്തഗിയാണ് സിദ്ദിഖിന് വേണ്ടി ഹാജരാകുന്നത്. എന്തായാലും ഈ ജാമ്യം നേടുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് സിദ്ദിഖിനുള്ളത്. അത് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് അന്വേഷണ സംഘവും നിൽക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സുപ്രീം കോടതിയിൽ ഇന്ന് ഹർജി പരിഗണിക്കുമ്പോൾ ചിലപ്പോൾ ഈ എതിർ ഈ അതിജീവിതയും സർക്കാരും കോടതിയിൽ സമീപിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തടസ്സ ഹർജി നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ വിശദമായിട്ടുള്ളൊരു വാദത്തിനോ അല്ലെങ്കിൽ വാദത്തിനൊക്കെ മറ്റൊരു ദിവസത്തേക്ക് ഈ ഹർജി മാറ്റിവെച്ചെന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഈ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു പരാമർശം കൂടി, അതുവരെ അറസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളൊരു പരാമർശം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ സിദ്ദിഖിനെ സംബന്ധിച്ച് അത് വലിയ ആശ്വാസമായിരിക്കും. മറിച്ചാണെങ്കിലും എന്തായാലും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യില്ല എന്ന് ഏറെക്കുറെ നമുക്ക് മനസ്സിലാകും. എന്തായാലും നമുക്കറിയാം ഇന്ന് എന്താണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന്. തീർച്ചയായും നവമി ദിനേശാണ് വിവരങ്ങൾ നൽകുന്നത്. നവമി തുടരുക. മറ്റൊരു വാർത്തയുടെ